ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് പാലക്കാട്ടേക്ക് പോകുന്ന വീഡിയോ ആണ്. എൻ്റെ അമ്മ പാലക്കാട് പോവാ. ചെറിയ പർച്ചേസിങ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കാറിൽ കുറച്ച് നേരമായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മിൽ റോഡാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരമായി. അപ്പോൾ അച്ഛനാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുക. അമ്മ എപ്പോഴും ഡ്രൈവ് ചെയ്യുക. ഈ വട്ടം അച്ഛൻ വന്നപ്പോൾ അച്ഛനായിരുന്നു ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അച്ഛമ്മയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. അവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛമ്മനെ അവിടെ ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ ടൗണിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ടൊക്കെ വെച്ച് നല്ല ചില്ലാണ്. അപ്പം അച്ഛനൊരു ഗ്ലാസും കൂടി എടുക്കണമായിരുന്നു കേട്ടോ പാലക്കാടിൽ നിന്ന്. അപ്പം അച്ഛനെ ഗ്ലാസ് എടുക്കാനായിട്ടാണ് കേട്ടോ ഇവിടേക്ക് പോകണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഗ്ലാസ് കണ്ടപ്പോൾ ഞാനും അമ്മയും കൂടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി ഇരിക്കുന്നു കേട്ടോ. അപ്പോഴേക്ക് അച്ഛൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. അച്ഛൻ്റെ കണ്ണിൽ പവറൊക്കെ നോക്കി ലെൻസൊക്കെ എടുക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അവിടുത്തെ കട എന്നൊക്കെ പറയാം അടിപൊളിയാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ തരിക. അടിപൊളിയാണ്. ആർക്കെങ്കിൽ വരാൻ തോന്നുന്നുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. പാലക്കാടാണ്. അപ്പോൾ തിരിച്ചടുത്ത് ഞങ്ങൾ പോയത് പറഞ്ഞാൽ പാലക്കാട് ഡ്രസ് വേൾഡിലേക്കാണ്. ഡ്രസ്സ് എടുക്കണമായിരുന്നു. ഞാൻ എൻ്റെ വക അച്ഛനൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിനാണ് ഡ്രസ് വേൾഡിലേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഡ്രസ് വേൾഡിലേക്കാണ് കേട്ടോ പോവാൻ. അപ്പോൾ കണ്ടില്ലേ, ബോയ്സ് സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. അച്ഛന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചധികം തിരക്കുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ദിവസമാണ്. അമ്മയൊക്കെ ഹായ് കാട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ അച്ഛൻ ഡ്രസ്സ് സെച്ച് നോക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന ശേഷം ജ്വല്ലറിക്കാണ് കേട്ടോ പോയിരിക്കണം. എനിക്കൊരു ബ്രേസ്ലെറ്റ് എടുക്കണം. ശരിക്കും പറഞ്ഞാൽ പോയത് കമ്മലെടുക്കാൻ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ കമ്മലൊന്നും എനിക്കങ്ങനെ ഇതായില്ല. ഞാൻ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുകയില്ല. അത് കാരണം ഞാൻ ബ്രേസ്ലെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അതായത് ഞങ്ങൾ അവിടുത്തെ എല്ലാ ബ്രേസ്ലെറ്റ് ഏട്ടനെ കൊണ്ട് തിരഞ്ഞടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നോക്കിയിട്ട് ഒന്നും അങ്ങോട്ട് ഇതാകുന്നില്ല. എന്നാൽ ഞങ്ങൾ നോക്കി ഒന്നിലങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും ഞങ്ങൾക്കായി ഞങ്ങൾ ഇട്ടൊക്കെ തരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇടാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഓരോന്നിട്ട് നോക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ബ്രേസ്ലെറ്റും ഞങ്ങൾ എടുത്ത് നോക്കി. ലാസ്റ്റ് ഇതാ ഇപ്പം ഇടുന്നതാണ് കേട്ടോ നമ്മളെടുത്തത്. നല്ല കറക്റ്റായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ കൈക്ക് കിട്ടാൻ കുറച്ചധികം പാടായിരുന്നു, എന്നാലും കിട്ടി കേട്ടോ. അപ്പോൾ അടിപൊളി അയച്ചില്ലേ ഗൈസ്? എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റിൽ പറയണം കേട്ടോ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. വൈകുന്നേരം കാഴ്ചയുണ്ടായിരുന്നു. അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ പോവുമായിരുന്നു കേട്ടോ ഒരു ഹോട്ടലിൽ. അത്യാവശ്യം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം വൈകിയ കാരണമാണ് കേട്ടോ എത്ര തിരക്ക്. അപ്പോൾ അമ്മ എല്ലാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിശന്നിട്ടാണെങ്കിൽ കുടൽ കരിയുന്ന സൗണ്ട് വരെ കേൾക്കായിരുന്നു കേട്ടോ. ഒന്നിനും വയ്യ. കഴിക്കാനാണെങ്കിൽ അവർ നല്ല ലേറ്റായിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. അമ്മ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ വന്നു പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് തീരെ വയ്യ. വിശന്നിട്ടാണെങ്കിലോ പറ്റണില്ല കേട്ടോ ഗൈസ്. ഞങ്ങളെല്ലാവരുടെയും നോക്കിയിട്ട് വെള്ളം കുടിച്ച് വിശപ്പൊക്കെ അച്ഛൻ നോക്കുകയാണ് കേട്ടോ. അച്ഛനും ബോറടിച്ച് അച്ഛനും ഫോൺ നോക്കിക്കൊണ്ട്. അപ്പോൾ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കുഴിമന്തി വന്നിട്ട് ഗൈസ്. നല്ല കുഴിമന്തി ആയിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.